ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ്സ് ഫ്രം സെബി. ഇന്നത്തെ ഒരു വീഡിയോ വേറൊരു വീഡിയോ ആണ്. ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നിരുന്നാലും എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം. അഡ്മിഷനുകളുടെ സമയമാണ്. കോളേജുകളിലും സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയമാണ്. ഡിഗ്രി കോളേജുകളിൽ, അതുപോലെ BSc നഴ്സിംഗ്, എഞ്ചിനീയറിംഗ് മുതലായിട്ടുള്ള എല്ലാ കോളേജുകളുടെയും അഡ്മിഷൻ്റെ സ്റ്റാർട്ടിങ് ടൈമാണ്. ഒരുപാട് കൺസൾട്ടൻസീസ് ഉണ്ട് നമുക്ക് ചുറ്റിനും. നമ്മുടെ സ്ഥലത്തും പുറത്തും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇത് പണി ചെയ്യുന്നവരുണ്ട്. അവർക്ക് ആർക്കും ഇതിൽ ഉത്തരവാദിത്തമൊന്നുമില്ല. ഞാൻ സത്യം പറയാം, എനിക്കറിയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയണേ. അവർക്ക് ആർക്കും വലിയ ഉത്തരവാദിത്തമൊന്നുമില്ല. കാര്യങ്ങൾ നമ്മൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ചോദിച്ച് അങ്ങോട്ട് നേരിട്ട് ചെന്നിട്ട് കോളേജ് എങ്ങനെയാണ്, കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ആയിട്ട് സംസാരിക്കുക. എന്നിട്ട് വേണം അഡ്മിഷൻ എടുക്കാനായിട്ട്. ഇന്ന് ഞാനൊരു ടീമായിട്ട് കോൺടാക്ട് ചെയ്തു മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ നോക്കിയപ്പോൾ നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ. എന്നാൽ റിവ്യൂ നോക്കിയപ്പോൾ ഭയങ്കര മോശം റിവ്യൂ പിള്ളേർ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ പറഞ്ഞു, ചേട്ടത് ഡയറക്റ്റ് പോയി അന്വേഷിക്കണം, അല്ലെങ്കിൽ പണി പാളും എന്ന് പറഞ്ഞ പോലെ. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കോളേജുകളുടെ ആഡുകളൊക്കെ വരുന്നുണ്ട്. 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഉപരിപഠനം, അതുപോലെ തന്നെ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാം, വിദേശത്ത് എളുപ്പം കിട്ടുന്ന ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരസ്യവാചകങ്ങളാണ് അവരാദ്യം കൊടുക്കുക. അതിലൊന്നും വീഴാൻ നിൽക്കണ്ട. കാരണം മര്യാദയ്ക്ക് ഒരു ഡിഗ്രി എടുത്തിട്ട് എക്സ്പീരിയൻസോട് കൂടി ഗൾഫിലേക്ക് വന്നിട്ട് ജോലി കിട്ടാത്ത ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. അപ്പോൾ നന്നായിട്ട് അന്വേഷിക്കുക, കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുക. ഗൾഫിലേക്ക് ഒരു ജോലി സാധ്യത കിട്ടണമെങ്കിൽ GNM പകരം BSc എടുക്കാൻ തന്നെ ശ്രമിക്കുക. BScക്കാണ് എവിടെയും ഏതൊരു കൺട്രിയിലും വിലയുള്ളൂ. ശമ്പളം കൂടുതലും BScക്കാണ്. GNM ഈ കാലത്ത് പഠിച്ചിട്ട് കാര്യമില്ല. കുറച്ച് പൈസ ചിലവാക്കിയാലും നിങ്ങൾക്ക് ആ ഇറക്കണ പൈസ പിന്നീട് നല്ലൊരു ലൈഫിൽ നിങ്ങൾക്ക് കിട്ടും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാരാമെഡിക്കലായിട്ടുള്ള കോഴ്സുകളുണ്ട്. ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ ടെക്നിക്കൽ ജോലികൾ മെഡിക്കലിൽ തന്നെ. അതൊക്കെ എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചില കോഴ്സുകൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ യൂറോപ്പിലോട്ടും മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും വേക്കൻസി കുറവാണ്. ഇപ്പോൾ ഫിസിയോതെറാപ്പിയും MSW ഒക്കെ ആണെങ്കിൽ അതിന് വേക്കൻസീസ് ഉണ്ട്. എന്നാൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ളവർക്ക് വളരെ വേക്കൻസീസ് കുറവാണ്. അപ്പോൾ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കോഴ്സ് സെലക്ട് ചെയ്യുന്നത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണം. പിള്ളേരെ മാത്രം ഏൽപ്പിക്കരുത്. അല്ലെങ്കിൽ ആരെങ്കിലും കൺസൾട്ടൻസീസ് വിളിച്ച് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയുന്ന നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവർ പല നമ്പർ അതിലൊന്നും പോയി ചാടരുത്, വീടരുത്. ഡയറക്റ്റ് ഏത് കോളേജിലേക്കാണെങ്കിൽ ആ കോളേജിലേക്ക് ഡയറക്റ്റ് ചെല്ലുക. അവിടുത്തെ കുട്ടികളായിട്ട് സംസാരിക്കുക. അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അല്ലെങ്കിൽ അവിടുത്തെ ലൊക്കേഷനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പൈസ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ.